പ്രാർത്ഥന ബലവത്തായ കോട്ട. 105 സങ്കീർത്തനം 1 മുതൽ 10 വരെ. ധ്യാനത്തിനായിട്ട് 4-ാം വാക്യം. യഹോവയെയും അവൻ്റെ ബലത്തെയും തിരുവിൻ, അവൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പിൻ. ബൈബിളിലെ സങ്കീർത്തനങ്ങൾ രചിച്ച ഭക്ത കവികൾ സർവേശ്വരനും അവിടുത്തെ ഭക്തന്മാരും തമ്മിലുള്ള അഖണ്ഡമായ ബന്ധത്തെക്കുറിച്ചും ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നുണ്ട്. പ്രപഞ്ചകർത്താവ് കൂരിരുട്ടിൽ വെളിച്ചമായുള്ളതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും എന്ന് കവി ചോദിക്കുന്നു. ശത്രുക്കൾ എൻ്റെ നേരെ അണിനിരുന്നാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന കവി ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ: സർവേശ്വരൻ്റെ മനോഹാരിത ദർശിക്കുവാനും ധ്യാനിക്കുവാനും അവിടുത്തെ ആലയത്തിൽ പാർക്കുവാൻ അനുവദിക്കണം എന്നുമാണ്. അച്ഛനമ്മമാർ കൈവിട്ടാലും സ്വജനങ്ങൾ ഉപേക്ഷിച്ചാലും കർത്താവ് തന്നെ ചേർത്തുകൊള്ളുമെന്ന് ആ ഭക്തന് ഉറപ്പുണ്ട്. മുന്നോട്ട് പോകുവാനുള്ള വഴി കാണിച്ചു തന്നാലും എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അനുവദിക്കണേ എന്ന് നാം പ്രാർത്ഥിച്ചേക്കാം. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉറപ്പും ധൈര്യവുമുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കുക എന്നതാണ് പരമപ്രധാനം എന്ന് സങ്കീർത്തന രചയിതാവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. ദൈവത്തോട് ഇടമുറിയാത്ത ബന്ധം പുലർത്തുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥന അവർക്ക് ചുറ്റും ഒരു കോട്ടയായിരിക്കും. പൈശാചിക ശക്തികൾക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത ബലവത്തായ കോട്ടയായിരിക്കും അത്. എന്നാൽ നമ്മിൽ പലരുടെയും പ്രാർത്ഥന ഇടമുറിഞ്ഞു പോകാറുണ്ട്. ദേവാലയത്തിൽ പോകുമ്പോൾ നാം ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു എന്ന് വരാം. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിഷ്ഠ പാലിക്കുന്നവരും ധാരാളം ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തോട് നിരന്തരമായ ബന്ധം പുലർത്തുന്ന അഖണ്ഡ പ്രാർത്ഥനായത്നം നടത്തുന്നവർ വിരളമാണ്. തിരക്കേറിയ ആധുനിക ജീവിതത്തിൻ്റെ പ്രവാഹത്തിൽ ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മിൽ പലർക്കും വേണ്ടെന്ന് വയ്ക്കാവുന്നത് പ്രാർത്ഥന മാത്രമായിരിക്കും. പകലന്തിയോളം പണിയെടുത്ത് തളർന്ന വീടുകളിലെത്തുന്നവരുടെ നിദ്രാഭാരം, പരിഷ്കൃതരുടെ ക്ലബ്ബ് പരിപാടികൾ മുതലായവ പ്രാർത്ഥന വേണ്ടെന്ന് വയ്ക്കാനുള്ള പ്രേരക വസ്തുക്കളായി തീരാം. താമസിച്ച് ഉറങ്ങുവാൻ പോകുന്നവർക്ക് നേരം പുലരുവോളം ഉറങ്ങേണ്ടി വരും. അപ്പോഴും മാറ്റിവെക്കാവുന്നത് പ്രാർത്ഥന മാത്രമാണ്. ഇടമുറിഞ്ഞു പോകുന്ന പ്രാർത്ഥന സാത്താൻ പ്രവേശന കവാടം തുറന്നു കൊടുക്കുന്നു. അതിന് ഒരു ദൃഷ്ടാന്തം ഉദ്ധരിക്കാം. ഒരിക്കൽ ഒരു അർമീനിയൻ കച്ചവട സംഘം ചരക്കുകൾ വാഹന മൃഗങ്ങളുടെ പുറത്തു കയറ്റി വിജന സ്ഥലത്തുകൂടി യാത്ര ചെയ്യുകയായിരുന്നു. കൊള്ളക്കാർ പതിയിരുന്ന് യാത്രക്കാരെ കവർച്ച ചെയ്യുന്നത് അക്കാലത്ത് സാധാരണമായിരുന്നു. ഈ കച്ചവടക്കാർ പകൽ മുഴുവൻ യാത്ര ചെയ്ത ശേഷം രാത്രിയിൽ എവിടെയെങ്കിലും കൂടാരമടിച്ച് താമസിക്കും. രാവിലെ യാത്ര തുടരും. ഏതാനും കൊള്ളക്കാർ അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കൂടാരത്തിന് ചുറ്റും ഒരു ആഗ്നേയ കോട്ടയുള്ളതായി കൊള്ളക്കാർക്ക് തോന്നിയതുകൊണ്ട് കൂടാരത്തിനകത്ത് പ്രവേശിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം ആ കോട്ടയ്ക്കൊരു വിള്ളൽ ഉണ്ടായിരിക്കുന്നതായി അവർ കണ്ടു. ആ വിള്ളലിലൂടെ അവർ അകത്തു കടന്നു. കച്ചവടക്കാർ പരിഭ്രാന്തരായി. എന്നാൽ കൊള്ളക്കാർ കൊള്ള നടത്തിയില്ല. അതുവരെ ആ കൂടാരത്തിൽ തങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ വിശദീകരിച്ചു. തങ്ങളുടെ ഇടമുറിയാത്ത പ്രാർത്ഥനയായിരുന്നു ആ ആഗ്നേയ കോട്ട എന്നും യാത്രാ ക്ഷീണം കൊണ്ട് അന്ന് തങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ പോയതാണ് തങ്ങളുടെ കോട്ടയിൽ വിള്ളലുണ്ടാകാനുള്ള കാരണമെന്നും കച്ചവടക്കാർ പറഞ്ഞു. ഇടമുറിയാത്ത പ്രാർത്ഥന നമ്മെ സംരക്ഷിക്കുന്ന കോട്ടയാണ്. പ്രാർത്ഥന മുടങ്ങിയാൽ സാത്താന് പ്രവേശിക്കുവാനുള്ള വിള്ളൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഓർക്കണമേ, ഈശ്വരനിൽ വിശ്വാസം അർപ്പിച്ചാൽ മാർഗം സുലഭമായി ഭവിക്കും. മത്തായി എഴുതിയ സുവിശേഷം 26:41. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.